മന്ത്രിമാരുടെ നീക്കവുമായി സർക്കാർ. UPSC പട്ടികയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥന് ചുമതല നൽകാൻ നീക്കം. സർക്കാർ നിയമോപദേശം തേടി. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ആർക്കു വേണ്ടിയാണ് സർക്കാർ ചരടുവലി നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ആർക്ക് വേണ്ടി എന്നതിനപ്പുറത്തേക്ക് തികച്ചും അസാധാരണമായ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിലവിൽ UPSC പട്ടിക നൽകിയ DGPമാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അതുകൂടാതെ തന്നെ യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകയാണ് സാധാരണഗതിയിൽ UPSC കൈമാറുന്ന പട്ടികയിൽ നിന്ന് ഒരാളെ സംസ്ഥാന പോലീസ് മേധാവി ആക്കേണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരാളെ ആക്കുന്നതിന് പകരം ചുമതല കൊടുക്കാൻ ഇൻചാർജ് DGP എന്ന നിലയിൽ ഒരാളെ വെക്കാനാണ് ഇപ്പോൾ സംസ്ഥാനം ആലോചിക്കുന്നത്. ഇതിനുവേണ്ടി നിയമോപദേശം തേടാനാണ് നിയമോപദേശം തേടി എന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികച്ചും അസാധാരണമായ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നതത്തിൽ സർക്കാർ തലത്തിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറയുന്നത്, സാധാരണ നമുക്കറിയാം ഒരു DGP ചുമതല ഒഴിയുമ്പോൾ, സംസ്ഥാന പോലീസ് ചീഫ് ചുമതല ഒഴിയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ക്യാബിനറ്റിലാണ് പുതിയ DGP തീരുമാനിക്കുക. ഈ കഴിഞ്ഞ 25-ാം തീയതിയായിരുന്നു ക്യാബിനറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ദിവസങ്ങളിൽ ക്യാബിനറ്റ് ഈ 30-ാം തീയതി ഷെയ്ഖ് ദർബേ സാഹിബ് ചുമതല ഒഴിയുകയും ചെയ്യും. അപ്പോൾ മന്ത്രിസഭ കൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യം തീരുമാനിക്കാൻ കഴിയും. അത് ചോദിച്ചപ്പോഴാണ് 30-ാം തീയതി ആകട്ടെ അപ്പോൾ ആരെന്നറിയാം എന്ന ഒരു മറുപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അടക്കം നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് അതായത് ഈ 3 പേരിൽ നിന്ന് മാറി മറ്റൊരു പേരിലേക്ക് എത്താനുള്ള സാധ്യതകൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ. അതിൽ പ്രധാനമായും പറയുന്നത്, ഇന്ത്യയിലെ മറ്റ് 7 സംസ്ഥാനങ്ങളിൽ ഇൻചാർജ് DGPമാരുണ്ട്. അതായത് സ്റ്റേറ്റ് പോലീസ് ചീഫിനെ ചുമതല നൽകാതെ DGPമാരിൽ ഒരാൾക്ക് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ചുമതല നൽകുക എന്നുള്ളൊരു നീക്കമാണ് മറ്റ് 7 സംസ്ഥാനങ്ങൾ നടത്തിയത്. സമാനമായ രീതിയിൽ കേരളവും അത് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലക്ഷ്മി, അനു, MR അജിത് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹം DGP ആകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ പട്ടികയിൽ അദ്ദേഹം ഇടം നേടാതെ പോകുന്നതും നമ്മൾ കണ്ടതാണ്. സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് ഒക്കെ ഏറെ പ്രിയപ്പെട്ടതും വിശ്വസ്തനുമായ ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണോ ഈ ചരടുവലി? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ MR അജിത് കുമാർ അല്ലെങ്കിൽ മനോജ് എബ്രഹാം, DGP മനോജ് എബ്രഹാം അല്ലെങ്കിൽ ADGP MR അജിത് കുമാർ, ഈ 2 പേരുകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം. അതുകൊണ്ടാണ് UPSCയോട് പാനൽ തീരുമാനിക്കുമ്പോൾ ADGPമാരെ കൂടെ പരിഗണിക്കണം എന്നുള്ളൊരു കത്ത് നൽകിയത്. പക്ഷേ UPSC ADGPമാരെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിന് സംസ്ഥാന സർക്കാർ നിരവധി വാദങ്ങൾ നിരത്തി. അതായത് അനിൽകാന്ത്, നേരത്തെ സംസ്ഥാന പോലീസ് ചീഫായിരുന്ന അനിൽകാന്ത്, അദ്ദേഹത്തെ DGPയെ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ADGP റാങ്കാണ് ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഏതാണ്ട് UPSC 3 DGPമാരുടെ പട്ടികയാണ് സംസ്ഥാനത്തിന് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഈ 3 DGPമാരിലും സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. നിതിൻ അഗർവാൾ BSFന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ വളരെ കാലം ഇരുന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം തിരികെ കേരള സർവീസിലേക്ക് മടക്കി അയച്ചത് കേന്ദ്രം. അതൊരു അസാധാരണ നടപടിയായി വിലയിരുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയുള്ള റവാഡ ചന്ദ്രശേഖർ, അദ്ദേഹം ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. അദ്ദേഹം പ്രത്യേകിച്ച് കേന്ദ്രവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അദ്ദേഹത്തിന് സംസ്ഥാനത്തിന് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നത്, കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് നടക്കുമ്പോൾ അന്ന് കണ്ണൂർ ASP ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തെ അന്ന് പ്രതിയാക്കി കേസെടുക്കുകയും 2012 അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പ്രതിയായ ഒരു ഉദ്യോഗസ്ഥരെ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയാൽ അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിലേക്കും സംസ്ഥാന സർക്കാരിന് അത്ര താല്പര്യമില്ല. പിന്നീടുള്ളത് DGP ആയിട്ടുള്ള യോഗേഷ് ഗുപ്തയാണ്. നിലവിൽ അദ്ദേഹം അഗ്നിരക്ഷാ മേധാവിയാണ്. പക്ഷേ അദ്ദേഹവുമായി സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ KM ഇബ്രാഹിമിന്റെ അദ്ദേഹം എന്തൊരു CBI കേസിൽ സംസ്ഥാന സർക്കാരിനോടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടോ ചോദിക്കാതെ ആ ഫയൽ CBIക്ക് കൈമാറിയ നീക്കം വലിയ രീതിയിലുള്ള വിമർശനത്തിനും
എതിർപ്പിനും യോഗേഷ് ഗുപ്തയ്ക്ക് നേരെ ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെയും പരിഗണിക്കാൻ വേണ്ടി തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ 3 പേരെ ഒഴിവാക്കി മറ്റൊരു പേരിലേക്ക്, അത് സ്വാഭാവികമായും അടുത്ത പേരുകാരൻ DGP മനോജ് എബ്രഹാമാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും DGP മനോജ് എബ്രഹാമിനെ ഇൻചാർജ് ആക്കി സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ചുമതല നൽകാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലക്ഷ്മി, അന്തിമ ചുരുക്കപ്പട്ടികയിൽ വന്ന നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത ഇവരോട് സർക്കാരിന് താല്പര്യമില്ലാത്തത് കൊണ്ടുള്ള ഒരു നീക്കമായി തന്നെ വേണമോ ഇതിനെ കാണാൻ? മാത്രമല്ല, ഈ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾ വളരെ കൃത്യമായി അവരുടെ വിയോജിപ്പ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നതേയില്ല. RSS നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ഒരാളെ ഈ സംസ്ഥാന പോലീസ് മേധാവിയാക്കുമെന്ന് കരുതുന്നതേയില്ല എന്ന് ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ മനോജ് എബ്രഹാമിലേക്ക് എത്തുമോ? തീർച്ചയായും മനോജ് എബ്രഹാമിലേക്ക് എത്തും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നീക്കം അങ്ങനെ എത്തിക്കാനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടാതെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ആ സമയത്ത് ADGP MR അജിത് കുമാറിന്റെ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ചാർജ് നൽകിയാൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനേക്കാൾ എത്രയോ സീനിയറായ 4 DGPമാർ മുമ്പിലുണ്ട്. അപ്പോൾ ADGPയിലേക്ക് ചാർജ് കൊടുക്കുക എന്നുള്ളത് തികച്ചും അസാധാരണമായ നീക്കമായിരിക്കും. അല്ലെങ്കിൽ അതിലേക്ക് സർക്കാർ ശ്രമിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് CPIയുടെ എതിർപ്പുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വന്ന RSS അല്ലെങ്കിൽ ബന്ധം, അതുമായി ബന്ധപ്പെട്ട RSSുമായി പണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നടക്കമുള്ള വിമർശനങ്ങൾ, അതിനെതിരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർത്തിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ 2 പ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് MR അജിത് കുമാറിന് ചുമതല കേൾക്കുക അല്ലെങ്കിൽ നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനത്തിനും തിരിച്ചടിക്കും ഇടയാക്കും. അതുകൊണ്ട് DGP മനോജ് എബ്രഹാമിലേക്ക് ഈ പേര് എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ചുമതല എത്തിക്കുക എന്നുള്ള നീക്കത്തിനാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത്. ലക്ഷ്മി, ഈ UPSC പട്ടികയെ മറികടന്നുള്ള ഒരു നീക്കം, അതിന് നിയമസാധുത കിട്ടുവാനുള്ള ഒരു ചാൻസ് എത്രമാത്രമാണ്? ഇപ്പോൾ സർക്കാർ നിയമോപദേശവും തേടിയിരിക്കുന്നതും ആ സാഹചര്യത്തിൽ എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും ശ്രമങ്ങൾ ഏതെങ്കിലും സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? നമുക്കൊരു പശ്ചാത്തലം പരിശോധിച്ചാൽ എങ്ങനെയാണു? അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലം നമുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടത്, ഇപ്പോ സെൻകുമാറിനെ DGP ആക്കിയിരുന്നു. പക്ഷേ സെൻകുമാർ വന്നപ്പോൾ സെൻകുമാറിന് പകരം, സെൻകുമാറും പിണറായി സർക്കാരുമായി വിയോജിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം ചുമതല നൽകിയത് നമുക്കറിയാം, അന്ന് ലോക്നാഥ് ബെഹ്റയ്ക്ക് ചുമതല നൽകിയിരുന്നു. പക്ഷേ സെൻകുമാർ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തി, സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിന് അനുകൂലമായ വിധി സമ്പാദിച്ചു. അദ്ദേഹം തിരികെ എത്തി വീണ്ടും സ്റ്റേറ്റ് പോലീസ് ചീഫായ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതേസമയം ബംഗാൾ ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ DGPമാരിൽ ഒരാളെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജ് എന്ന രീതിയിൽ നിർത്താറുണ്ട്. അത് സാധാരണ അങ്ങനെ നടക്കുന്നതുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ലക്ഷ്മി, സ്റ്റേറ്റ് പോലീസ് ഇൻചാർജ് എന്ന നിലയ്ക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിർത്തുമ്പോൾ ഈ ചുരുക്കപ്പട്ടികയിൽ നിൽക്കുന്നവരുടെ ഭാവി എന്താകും? അടുത്ത മാസം 2026 ജൂലൈയിൽ നിതിൻ അഗർവാളും അതുകൂടാതെ തന്നെ റവാഡ ചന്ദ്രശേഖരും വിരമിക്കും. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയാൽ, ഇത് 2 പേരിൽ ആരെങ്കിലും ഒരാളായി കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം കൂടെ നീട്ടി നൽകും. കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയി കഴിഞ്ഞാൽ 2 വർഷമെങ്കിലും ആ പദവിയിൽ നിലനിർത്തണം എന്നുള്ള വിധി ഉള്ളത് കൊണ്ട് അവർക്ക് 1 വർഷം കൂടെ നീട്ടി നൽകേണ്ടി വരും. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരിക്കുന്ന ഷെയ്ഖ് ദർവേ സാഹിബിന്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അനിൽ കാന്തിന് ഇരുവർക്കും 1 വർഷം കൂടെ നീട്ടി നൽകിയ പശ്ചാത്തലമുണ്ട്. അത് കോടതിയുടെ വിധിയാണ്. അതുകൊണ്ട് അതിനെ സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ഇൻചാർജ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജ് എന്ന രീതിയിലേക്ക് സംസ്ഥാനം ആലോചിച്ചു കഴിഞ്ഞാൽ അതിന് നിയമസാധുത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു സാധ്യത സംസ്ഥാനം കാണുന്നുണ്ട്. ആ തരത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. അങ്ങനെയെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായി DGP മനോജ് എബ്രഹാം സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജായി വരാനാണ് സാധ്യത. ലക്ഷ്മി, അപ്പോൾ ഇൻചാർജ് എന്ന് പറയുന്ന അങ്ങനെയായിരിക്കുമോ അവരുടെ പദവി? അതോ സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയ്ക്കായിരിക്കില്ലേ വരിക? ഇത് മറ്റൊരു പദവിയാണോ? മറ്റൊരു കാര്യം, ഈ ചുരുക്കപ്പട്ടികയിലുള്ളവർക്ക് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ സാധിക്കില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജ് എന്ന രീതിയിലേക്ക് സംസ്ഥാനം ആലോചിച്ചു കഴിഞ്ഞാൽ അതിന് നിയമസാധുത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു സാധ്യത സംസ്ഥാനം കാണുന്നുണ്ട്. ആ തരത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. അങ്ങനെയെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായി DGP മനോജ് എബ്രഹാം സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജായി വരാനാണ് സാധ്യത. ലക്ഷ്മി, അപ്പോൾ ഇൻചാർജ് എന്ന് പറയുന്ന
എടുത്ത് മറ്റൊരാൾക്ക് ഇൻചാർജ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതുകൂടാതെ തന്നെ സുപ്രീം കോടതി ഇതിലൊക്കെ നിയമ പോരാട്ടം നടത്താനുള്ള എല്ലാ അവകാശവും സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അതിനുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം മനോജ് എബ്രഹാമാണ് ഇപ്പോൾ നിലവിലെ DGP. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 5 DGPമാരാണ് ഉള്ളത്. അതിൽ മനോജ് എബ്രഹാമിന് സ്വാഭാവികമായും DGP ഇൻചാർജ് പദവി നൽകാം. പക്ഷേ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇൻചാർജ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പദവി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അസാധാരണമായ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലക്ഷ്മി, ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മഹേഷ്, ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ ഒരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു അന്തിമ ഫലം മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവി ആവുക എന്നതാണോ? ഇക്കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷ്മി, സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്ത 3 പേരാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ, അതുപോലെ തന്നെ യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, ഇവർ 3 പേരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. റവാഡ ചന്ദ്രശേഖർ VSന്റെ കാലത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി അവരോധിതനായിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് അതിനകത്ത് നിർണായകമായി പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് റവാഡ ചന്ദ്രശേഖർ. നിലവിൽ റവാഡ ചന്ദ്രശേഖരായിരുന്നു കൂടുതൽ സാധ്യതയുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു കരുനീക്കവുമായി ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലേക്ക് DGP ഇൻചാർജ്, പോലീസ് മേധാവി ഇൻചാർജ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ സ്റ്റേറ്റ് ചീഫ് ഇൻചാർജ് എന്ന തരത്തിലേക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് നിയമോപദേശം അനുകൂലമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഈ 3 പേര് ഒരാളെ നിയമിച്ചേ പറ്റൂ. ഇക്കാര്യത്തിൽ യോഗേഷ് ഗുപ്ത നേരത്തെ സംസ്ഥാന സർക്കാർ അനുഭവത്തിനായിരുന്നില്ല. അടുത്ത കാലത്തെ അദ്ദേഹവും സർക്കാരും തമ്മിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസുമായൊക്കെ തന്നെ വലിയ ഭിന്നത ഉടലെടുത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷൻ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആൾ കൂടിയാണ്. എന്നാൽ അതിനൊന്നും അനുകൂലമായ രീതിയിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുക പോലും ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി ഓഫീസിലേക്ക്, പരാതി പരിഹാര സെല്ലിലേക്ക് വരെ അപേക്ഷ നൽകുന്ന അസാധാരണ നീക്കം വരെ യോഗേഷ് ഗുപ്ത നടത്തുകയും ചെയ്തു. ഇത്തരം ചില സാഹചര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് കാര്യമായി താല്പര്യമില്ലാത്ത 3 പേരുടെ പേര് ഈ പട്ടികയിൽ വന്നിരിക്കുന്നു, UPSC പട്ടികയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറമെ ആയിട്ട് ഒരാളെ DGP ഇൻചാർജ്, സ്റ്റേറ്റ് ചീഫ് ഇൻചാർജ് നിയമിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. അതിൽ മനോജ് എബ്രഹാമിനാണ് കൂടുതൽ സാധ്യത. സർക്കാരിൻ്റെ താല്പര്യം ആ തരത്തിലേക്കാണ്. അപ്പോൾ കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിലേക്ക് നീങ്ങാൻ കഴിയൂ. 30-ാം തീയതി പുതിയ സംസ്ഥാന പോലീസ് മേധാവി ചുമതലയേൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്നോ നാളെയായിട്ട് തീരുമാനം അന്തിമമായി എടുക്കേണ്ടതുമുണ്ട്. ലക്ഷ്മി, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, ഇങ്ങനെ 3 ഉദ്യോഗസ്ഥരുടെ പേരാണ് ചുരുക്കപ്പട്ടികയിൽ, UPSC ചുരുക്കപ്പട്ടികയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു അസാധാരണ നീക്കത്തിനെതിരെ ഇവർ ആരെങ്കിലും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയൊക്കെ എത്രമാത്രമാണ്? മാത്രമല്ല, ഇങ്ങനെ ഒരു നീക്കം വിജയം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു കീഴ്വഴക്കമായി തന്നെ തുടരാനല്ലേ സാധ്യത സംസ്ഥാനത്ത്? ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ 7 സംസ്ഥാനങ്ങളോളം ഇത്തരത്തിലേക്ക് ഈ സ്റ്റേറ്റ് പോലീസ് ഇൻചാർജ് എന്ന ഒരു തസ്തികയിൽ ആളുകളെ നിയമിച്ച കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ഇവിടെ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടൊരു പട്ടിക നൽകുകയുണ്ടായി. ആ പട്ടികയിൽ നിന്ന് യോഗേഷ് ഗുപ്തയോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടു എന്ന വിവാദം നേരത്തെ തന്നെ ഉടലെടുത്തതാണ്. അതിൻ്റെ ഒരു സാഹചര്യം തന്നെ മനോജ് എബ്രഹാമിന് വഴിയൊരുക്കാനാണ് എന്ന് അന്ന് ആക്ഷേപമുണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത നോക്കാം, കണ്ണും കൽപ്പിച്ച് നോക്കാം എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. മറ്റു തരത്തിലേക്ക് കോടതിയുടെ ഇടപെടൽ, അതുപോലെ നിയമപരമായ ഇടപെടലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നോക്കാം എന്ന തരത്തിലേക്കും ആലോചനകളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നിയമോപദേശം നിർണായകമാണ്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി, UPSC പട്ടികയ്ക്ക് പുറത്തുള്ളവരെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുവാനുള്ള ഒരു അസാധാരണ നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു. മഹേഷ് ചന്ദ്രനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അനു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. VS അനു.